ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് മിഡിൽ ഈസ്റ്റുകാരുടെ പോപ്പുലറായിട്ടുള്ള ഒരു ഡിഷാണ് അറൈസ് എന്ന് പറയുന്നത്. ഹവാഷി എന്നും പറയൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇതാണ് കാണിക്കുന്നുള്ളത്. എൻ്റെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടോക്കാം. അപ്പോൾ ഇത് നമുക്ക് അറൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് പീറ്റ ബ്രെഡാണ്. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ ബൗളിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ഷുഗറും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റിന് വേണ്ടിയിട്ട് വെക്കണം. എന്നിട്ട് ഇതാ ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ സോൾട്ടും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നേരത്തെ റെസ്റ്റ് വെച്ച് ഈസ്റ്റില്ലേ ആ വെള്ളം കുറച്ചായിട്ട് മാവിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് മാവ് കുഴച്ചെടുത്തതിന് ശേഷം കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ചപ്പാത്തി പലകിലോ മാവിട്ടിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം. ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഉരുട്ടൊക്കെ കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ മാവ് നന്നായിട്ട് സോഫ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നേരത്തെ മാവ് കുഴച്ച ബൗളിൽ അതിലേക്ക് തന്നെ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ആ മാവ് വെച്ച് കൊടുത്തിട്ട് ഒരു 2 മണിക്കൂർ റെസ്റ്റിന് വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇത് മാവ് ഞാൻ റെസ്റ്റിന് വെക്കുന്നുണ്ട്. ഇനി വേണ്ടത് ബീഫാണ് കേട്ടോ. മിൻസ്ഡ് ബീഫാണ്. 400 ഗ്രാമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളിൽ ഇങ്ങനെ മിൻസ്ഡ് ആയിട്ടുള്ള ബീഫ് ഇല്ലെങ്കിൽ നോർമലി ബീഫില്ല, അതിനൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതാ ഇനി വേണ്ടത് ഇതിലേക്ക് ഉള്ളിയാണ്. അപ്പോൾ മീഡിയം സൈസായിട്ടുള്ള ഒരു ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഹാഫേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊന്നിങ്ങനെ സ്മോൾ സൈസായിട്ട് കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ബീഫിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇനി വേണ്ടത് കൊറിയാണ്ടർ ലീവ്സ് ആണ് കേട്ടോ. നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കുറച്ച് ചേർത്തിട്ടുള്ളൂ ഞാൻ. അപ്പോൾ അത് ചേർത്ത് കഴിഞ്ഞിട്ട് ഇനി വേണ്ടത് സോൾട്ടാണ്. പിന്നെ മിൻസ്ഡ് ബീഫിൽ ഓൾറെഡി സോൾട്ട് ആഡഡ് ആയതുകൊണ്ട് കുറച്ച് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, ഒരു 1/4 ടീസ്പൂൺ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1/4 ടീസ്പൂൺ തന്നെ സിനമൺ പൗഡറില്ല, അതും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മീറ്റ് മസാലയും ഒരു 1/4 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഒരു പിഞ്ച് ഗരം മസാലയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപോയി. അപ്പോൾ ഇത് ഞാൻ ഒരു ഗാർലിക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ 1/4 ടീസ്പൂൺ എടുത്താൽ മതി. അപ്പോൾ ഇത് അതും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ബീഫും മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് കുറേ മണിക്കൂറൊന്നും വെക്കണമെന്നില്ല കേട്ടോ. ഒരു 10 മിനിറ്റ് ഒന്ന് ഇങ്ങനെ മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇത് മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ചപ്പാത്തിൻ്റെ പലകിലൊന്ന് കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് 4 ഇതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മാവ് ഞാൻ 4 കഷ്ണമായിട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ 8 അറൈസ് ഉണ്ടാക്കാൻ പറ്റും. 1 കപ്പ് മൈദയിൽ 8 അറൈസ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 4 കഷ്ണമായിട്ട് കട്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൗണ്ടർ ടോപ്പിലേക്കോ അല്ലെങ്കിൽ ചപ്പാത്തി പലയിലേക്കോ കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഓരോ ബോൾസ് ആയിട്ട് വെച്ച് കൊടുത്തിട്ട് ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള റൗണ്ട് ഷേപ്പ് ആക്കിയിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് ഞാൻ 4 പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു 20 മിനിറ്റ് ഒന്ന് റെസ്റ്റിന് വേണ്ടിയിട്ട് വെക്കാം.
അപ്പോൾ ഇതാ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ഈ മാവൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 10 സെക്കൻഡ് ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കാം. അത് കഴിഞ്ഞിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും 10 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അങ്ങനെ 2 സൈഡും ചെയ്തിട്ട് നല്ലോണം പൊങ്ങി വരുന്ന രീതിയിൽ മാവ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്ന പോലെ തന്നെ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഇതാ പീറ്റ ബ്രെഡ് നന്നായിട്ട് പൊന്തിയിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ 4 എണ്ണയും ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ചെയ്തെടുത്താൽ മതി. എന്നിട്ടിതാ പീറ്റ ബ്രെഡ് റെഡി ആയിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊന്ന് 2 കട്ടാക്കിയിട്ട് എടുക്കണം. ഒരു പീറ്റ ബ്രെഡിനെ 2 കട്ടാക്കണം. അപ്പോൾ ഇത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങളും ചെയ്തെടുത്താൽ മതി. പിന്നെ ഇത് കട്ടാക്കിയതിൻ്റെ ശേഷം ഓപ്പൺ ഉണ്ടാവാൻ കേട്ടോ. അതിനെ ഞാൻ പറഞ്ഞ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്കാക്കിയെടുത്താൽ ഇങ്ങനെ നല്ല രീതിയിൽ കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ എന്തായാലും വേണം, എന്നാൽ ഉള്ളിൽ നമുക്ക് ബീഫ് ഇട്ട് വെക്കാനുള്ളതാണ്, അതുകൊണ്ട് ഇങ്ങനെ വേണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്കാക്കിയിട്ട് പീറ്റ ബ്രെഡ് റെഡി ആക്കിയെടുത്താൽ മതി. അപ്പോൾ ഇത് ഞാനിവിടെ 4 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 8 പീസാക്കിയിട്ട് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ 4 പീറ്റ ബ്രെഡും 8 പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഈ പീറ്റ ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് മീറ്റ് ഫില്ല് ചെയ്യലാണ്. അപ്പോൾ ഞാൻ അത് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഓരോ പീസ് പീറ്റ ബ്രെഡ് എടുത്തിട്ട് അതിലേക്ക് മീറ്റിൽ അത് നിറച്ച് കൊടുക്കുക. അതായത് നല്ലോണം നിറച്ച് കൊടുക്കാനല്ല, കുറച്ച് തിന്നായിട്ട് മുകളിൽ കുറച്ച് കട്ടിയായിട്ട് അങ്ങനെ ചെയ്തെടുത്താൽ മതി. ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഉള്ളിലൊന്നും കുറേ മീറ്റൊന്നും ഇടണ്ട, നിങ്ങൾക്ക് പിന്നെ അത് വേവോ എന്നുള്ളൊരു കൺഫ്യൂസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഉള്ളിൽ കുറച്ചിങ്ങനെ ലീനായിട്ട് തേച്ചാൽ മതി, മുകളിൽ കുറച്ച് കട്ടിയായിട്ട് ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി. ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ ഈ മീറ്റൊക്കെ നന്നായിട്ട് പീറ്റ ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് തേച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. മുകളിലോട്ട് കുറച്ച് കട്ടിയായിട്ടും ഉള്ളിൽ കുറച്ച് തിന്നായിട്ട് ആഡ് ചെയ്താൽ മതി. ഇനി വേണ്ടത് കുറച്ച് ഒലീവ് ഓയിലാണ് കേട്ടോ. ഒലീവ് ഓയിലും ഒരു ചെറിയ ബ്രഷ് എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ പീറ്റ ബ്രെഡിൻ്റെ 2 സൈഡും ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല, അതുപോലെ തന്നെ തേച്ച് കൊടുത്താൽ മതി.
ഈ വീഡിയോയിൽ ഞാൻ ആദ്യം വൺ സൈഡാണ് തേച്ച് കൊടുക്കുന്നുള്ളത്. 2 സൈഡും തേച്ച് കൊടുക്കണം. ഞാൻ പിന്നെ 2 സൈഡും തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് അങ്ങനെ ചെയ്തെടുക്കാം. ഇവിടെ ഒലീവ് ഓയിൽ മസ്റ്റാണ് കേട്ടോ. സൺഫ്ലവർ ഓയിലോ റിഫൈൻഡ് ഓയിലോ ഒന്നും യൂസ് ആക്കാൻ പാടില്ല. ഈ ഡിഷിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഒലീവ് ഓയിൽ തന്നെയാണ്. അപ്പോൾ ഇതാ ഞാൻ എല്ലാത്തിലേക്ക് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ആക്കാനുള്ളതാണ്. അപ്പോൾ ഇതാ ഞാൻ തവ വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഓയിലൊന്നും തേച്ച് കൊടുക്കണ്ട. ഓൾറെഡി നമ്മൾ ഇതിൽ പീറ്റർ ബ്രെഡിൽ ഓയിലുണ്ട്. അപ്പോൾ അതൊന്ന് വെച്ച് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലൊന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും മീറ്റ് വെന്ത് കിട്ടുമോ എന്നിട്ട്. അടിപൊളിയായിട്ട് വെന്ത് കിട്ടുന്നുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് 2 സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കേണ്ടതാണ്. മീറ്റ് നന്നായിട്ട് കുക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമാധാനത്തിലൂടെ ഫ്രൈ ആക്കിയിട്ട് എടുക്കേണ്ട സംഭവമാണ്. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്താൽ മീറ്റൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇത് റൈസ് ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്കാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഓക്കെ ആയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതാ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന പോലെ തന്നെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പാനിൽ നിന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ രണ്ടാമത്തെ ട്രിപ്പും വെച്ച് കൊടുക്കുന്നുണ്ട്. നേരത്തെ പോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്കാക്കിയിട്ട് എടുത്താൽ മതി. നന്നായിട്ട് മീറ്റൊക്കെ കുക്കായിട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മീറ്റ് ഉള്ളിൽ വെന്തിട്ടുണ്ടാവും എന്ന് ഡൗട്ടുള്ളവർക്ക് ക്ലിയർ ആക്കുന്നുണ്ട്. ഒന്ന് പൊട്ടിച്ചിട്ടും കാണിക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അറബിക് കൺട്രീൻ്റെ ഒക്കെ പോപ്പുലറായിട്ടുള്ള ഒരു ഡിഷാണ് റൈസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ആരും ട്രൈ ആക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കണം ഇൻഷാ അല്ലാ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യുക. പിന്നെ കൂടെയുള്ള ബെല്ലൈക്കൻ എന്തായാലും ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞാൻ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. ബൈ.